ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളിന്റെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് എതിരാളികളായി വരുന്നത് ചിരവൈരികളായ ബാംഗ്ലൂർ എഫ് സി ആണ്. ബാംഗ്ലൂർ എഫ് സിയും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള ഡ്യൂറന്റ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടം നടക്കുന്നത് 23-ാം തീയതിയാണ്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഓൾറെഡി ക്വാർട്ടർ ഫൈനൽ ഉറപ്പിച്ചിരുന്നു. എതിരാളികൾക്ക് ആരായിരിക്കും എതിരാളികൾ എന്നുള്ള ആകാംക്ഷയിലേക്ക് കാത്തിരുന്നു. ഇപ്പോൾ നിലവിൽ ബാംഗ്ലൂർ എഫ് സി ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. 23-ാം തീയതിയാണ് മത്സരം. എന്തായാലും ബാംഗ്ലൂർ എഫ് സിയിലെ ചില താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് ഭയക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിലവിൽ ആദ്യം മുന്നേറ്റ നിരയിൽ പെരേര ഡയസ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും വെല്ലുവിളി ഉയർത്താൻ പോകുന്ന ഒരു താരം. നമുക്കറിയാം, മുംബൈ സിറ്റിയിലായിരുന്നു കഴിഞ്ഞ സീസണിൽ. അതിനു മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് താരമായിരുന്നു അൽവാരോ വാസ്കസ്. പെരേര ഡയസ് കൂട്ടുകെട്ടൊക്കെ നമ്മൾ മുമ്പ് കണ്ടതാണ്. അതിനുശേഷം അദ്ദേഹം മുംബൈ സിറ്റിയിലെത്തി. മുംബൈ സിറ്റി കഴിഞ്ഞ തവണത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ചാമ്പ്യന്മാരാണ്. നമുക്കറിയാം, മികച്ച പ്രകടനം പെരേര ഡയസ് മുംബൈ സിറ്റിക്കും അതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സിനൊക്കെ കാഴ്ചവെച്ച താരമാണ്. നിലവിൽ ബാംഗ്ലൂർ എഫ് സിക്ക് വേണ്ടി ഡ്യൂറന്റ് കപ്പിലും അദ്ദേഹം മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. കൂടാതെ മുംബൈ സിറ്റിയിലായിരുന്ന താരം നഗുവരെ അവർ സ്വന്തമാക്കിയിരുന്നു. നഗുവരയും തകർപ്പൻ പ്രകടനം കാഴ്ചവെക്കുന്ന താരമാണ്. മധ്യനിരയിൽ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ കൂടിയാണ്. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. പിന്നീടുള്ളത് സുനിൽ ഛേത്രിയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയും അതുപോലെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെയാണ് ശരിക്കും സുനിൽ ഛേത്രി ഏറ്റവും കൂടുതൽ ഗോളുകൾ ഇന്ത്യൻ സൂപ്പർ ലീഗിലൊക്കെ നേടിയിട്ടുണ്ട്. 7-8 ഗോളുകൾ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിനും നോർത്ത് ഈസ്റ്റിനെതിരെയൊക്കെ സുനിൽ ഛേത്രി നേടിയിട്ടുണ്ട്. സുനിൽ ഛേത്രിക്ക് ശരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ മികച്ച റെക്കോർഡുള്ള ഒരു താരം കൂടിയാണ്. പിന്നീട് വരാനുള്ള ഒരു താരം ഡിഫൻസിലാണ്. ജോവനോക്കോവിച്ച് മികച്ച പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത് ഡിഫൻസിൽ. കഴിഞ്ഞ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ എവേ മത്സരത്തിലൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സും ബാംഗ്ലൂർ പോയി കളിച്ച മത്സരത്തിലൊക്കെ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച താരമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ എന്നല്ല, ബാംഗ്ലൂരിന്റെ ശരിക്കും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഡിഫൻഡറിൽ ഒരാളാണ് ജോവനോവിച്ച്. എന്തായാലും ഈ ഒരു 4 താരങ്ങളെ ശരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് പേടിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറുവശത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ കൊയ്ഫ് അടുത്ത മത്സരത്തിൽ കളത്തിലിറങ്ങുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. ആടിയുല എന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിൽ കൊയ്ഫ് ശരിക്കും ഈ ബാംഗ്ലൂർ എഫ് സിക്കെതിരെയുള്ള മത്സരത്തിൽ കളത്തിലിറങ്ങേണ്ടി വരും. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ബാംഗ്ലൂർ എഫ് സി മത്സരം വരുന്നത് ഈ മാസം 23-ാം തീയതിയാണ്. ഡ്യൂറന്റ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിര അതിഗംഭീരമായ അല്ലെങ്കിൽ തകർപ്പൻ പ്രകടനമാണ് നോവസോദോയ്, പെപ്ര, ലൂണ കൂട്ടുകെട്ടിൽ നിന്നൊക്കെ വന്നത്. മികച്ച നോവസോദോയ് നിലവിൽ 2 ഹാട്രിക്കുകൾ ഓൾറെഡി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേടിക്കഴിഞ്ഞു. അത്ര ശക്തരായ എതിരാളികളൊന്നും ആയിരുന്നില്ലെങ്കിൽ പോലും മികച്ച ഫോമിലാണ് നിലവിൽ. ഡിഫൻസിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ തലവേദന. ഡിഫൻസ് ആടിയുലയുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത്. കൊയ്ഫ് എത്തും, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിലെ പ്രശ്നങ്ങളൊക്കെ മാറുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. എന്നാലും യുവതാരമായ ഐമനും അസറും മുന്നേറ്റ നിരയൊക്കെ ഏകദേശം മികച്ച ഫോമിലാണ്. ഡിഫൻസിന്റെ കാര്യത്തിൽ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ടത്. അവിടെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് മറുവശത്ത് പെരേര ഡയസ്, സുനിൽ ഛേത്രി, നൊഗുവേര തുടങ്ങിയ താരങ്ങളെ ശ്രദ്ധിക്കേണ്ടതും പേടിക്കേണ്ടതും. എന്നാൽ 23-ാം തീയതിയാണ് കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ ബാംഗ്ലൂർ എഫ് സിയും തമ്മിലുള്ള ആവേശകരമാവാൻ പോകുന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടം. നമുക്കറിയാം, ബാംഗ്ലൂർ എഫ് സിയും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള മത്സരം എപ്പോഴും ആവേശകരമാവാറുണ്ട്. അതുപോലെ ഒരു ആവേശകരമാവാൻ പോകുന്ന ഡ്യൂറന്റ് കപ്പിലെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടം വരുന്നത് ഓഗസ്റ്റ് 23-നാണ്. കാത്തിരുന്ന് കാണാം കേരള ബ്ലാസ്റ്റേഴ്സ് അതുപോലെ ബാംഗ്ലൂർ എഫ് സി തമ്മിലുള്ള ഒരു ആവേശകരമായ ക്വാർട്ടർ ഫൈനൽ പോരാട്ടം ഡ്യൂറന്റ് കപ്പിൽ.